സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ പരിപാടി ഇന്ന് സമാപിക്കും. സാംസ്കാരിക ഘോഷയാത്ര ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. വെള്ളയമ്പലത്ത് നിന്നും ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ അവസാനിക്കുന്ന ഘോഷയാത്രയിൽ 1000-ൽ പരം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കലാരൂപങ്ങളും 59 ഫ്ലോട്ടുകളും പങ്കെടുക്കും. കമലേഷിന്റെ വിവരങ്ങളുമായി. കമലേഷ്, ഇനിയൊരു കാത്തിരിപ്പാണ്. വർണ്ണാഭമായ ഘോഷയാത്ര സമാപന സമ്മേളനം കാണുവാൻ വേണ്ടിയിട്ടാണ് നാം ഏവരും കാത്തിരിക്കുന്നത്. സിന്ദൂരി, തീർച്ചയായും ഇനി സംസ്ഥാന സർക്കാരിൻ്റെ ഓണം വാരാഘോഷത്തിൻ്റെ സമാപനത്തിൻ്റെ ഭാഗമായുള്ള സാംസ്കാരിക ഘോഷയാത്രയാണ് നടക്കാനുള്ളത്. ഇനി ഏതാനും മിനിറ്റുകളുടെ മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണ് ഇനി അവശേഷിക്കുന്നത്. നിലവിലിപ്പോൾ സിന്ദൂരി സൂചിപ്പിച്ചതുപോലെ തന്നെ 1000-ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന ഒരു സാംസ്കാരിക ഘോഷയാത്രയാണ് 4 മണിയോടുകൂടി തലസ്ഥാന നഗരിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ തലസ്ഥാന നഗരവീതിയിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ്. വെള്ളയമ്പലം മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഈ സാംസ്കാരിക ഘോഷയാത്ര കടന്നു പോവുക. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1000-ഓളം കലാകാരന്മാർ, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1000-ഓളം കലാകാരന്മാർ ഈ ഘോഷയാത്രയുടെ ഭാഗമാവും. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ ഒരുക്കുന്ന 59ഓളം ഫ്ലോട്ടുകളാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണീയത. എല്ലാ വർഷവും എന്ന പോലെ വളരെ മികച്ച കാഴ്ചയുടെ വിരുന്നൊരുക്കുന്ന ഫ്ലോട്ടുകളാണ് ഇക്കുറിയും ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നിലവിൽ ഈ ഫ്ലോട്ടുകളുടെ അവസാനവട്ട മിനുക്ക് പണികളൊക്കെ പുരോഗമിക്കുകയാണ്. ഈ കവടിയാറിൽ ഉൾപ്പെടെ ഈ വഴിയോരത്ത് ഈ ഫ്ലോട്ടുകൾ നിർത്തിയിട്ടിരിക്കുകയാണ് നിലവിൽ. അല്പസമയത്തിനകം ഇവർക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഈ ഫ്ലോട്ടുകൾ മാറ്റും. അതിൻ്റെ നമ്പർ ഉൾപ്പെടെ അവർക്ക് നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വൈകിട്ട് 4 മണിയോടുകൂടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് ഈ സാംസ്കാരിക ഘോഷയാത്ര വെള്ളയമ്പലത്ത് നിന്നും ഫ്ലാഗ് ഓഫ് ചെയ്യുക. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം വെള്ളയമ്പലത്തും ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് നിരവധിയായിട്ടുള്ള, അതായത് VIP പവലിയനുകളെല്ലാം തന്നെ നേരത്തെ തന്നെ സജ്ജമായി കഴിഞ്ഞു. പബ്ലിക് ലൈബ്രറിയോട് ചേർന്നാണ് ഈ VIP പവലിയനുകളെല്ലാം ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ വിദേശത്തു നിന്നുൾപ്പെടെ വിനോദസഞ്ചാരികൾ, നിരവധി ആളുകൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഓണം വാരാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ അതിഥികളായി ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. അവരുമായി അല്പസമയം മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസ് ആശയവിനിമയം നടത്തി അവരുമായി സംവദിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഈ സാംസ്കാരിക ഘോഷയാത്ര വളരെ ഭംഗിയായി കാണുന്നതിന് വേണ്ടി ഈ VIP പവലിയനോട് ചേർന്ന് തന്നെ അവർക്കുള്ള പവലിയനുകൾ ഉൾപ്പെടെ ഒരുക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകളുടെ കാത്തിരിപ്പാണ്. 4 മണിയോടുകൂടിയാണ് ഈ ഘോഷയാത്ര, സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കുക. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകുന്നു. അതിനുള്ള അവസാനവട്ട മിനുക്ക് പണികൾ, ഈ ഫ്ലോട്ടുകളുടെ ഉൾപ്പെടെ അവസാനവട്ട മിനുക്ക് പണികളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനകത്തും, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് കവടിയാറാണ്. ഈ കവടിയാറിനകത്തും ഈ റോഡരികിലെല്ലാം തന്നെ ഈ ഫ്ലോട്ടുകളുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുകയാണ്. അവസാന വട്ട മിനുക്ക് പണികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ എല്ലാ ഫ്ലോട്ടുകളും, ഈ 59 ഫ്ലോട്ടുകളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവയെല്ലാം അവർക്ക് അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ സ്ഥാനം പിടിക്കും. 4 മണിയോടുകൂടി തന്നെ ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് നടക്കും. ഗവർണറാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. അതോടൊപ്പം 1000-ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന ഘോഷയാത്ര, സാംസ്കാരിക ഘോഷയാത്ര അരങ്ങേറും. വെള്ളയമ്പലം മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഈ സാംസ്കാരിക ഘോഷയാത്ര പോവുക. അതോടൊപ്പം ഇതിൻ്റെ ഭാഗമായി തന്നെ ഉച്ചയ്ക്ക് 2 മണി മുതൽ തന്നെ നഗരത്തിൽ വിവിധയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങളുണ്ട്. അത് സംബന്ധിച്ച നിർദ്ദേശങ്ങളെല്ലാം തന്നെ നേരത്തെ നൽകിക്കഴിഞ്ഞിട്ടുള്ളതാണ്. അതോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന ഓണാഘോഷ പരിപാടികളുടെ സമാപനത്തിലേക്ക് തലസ്ഥാനം കടക്കുകയാണ്. വർണ്ണാഭമായ ആ ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള, സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് തലസ്ഥാനത്തെ മുഴുവൻ ആളുകളും. അതെ, വ്യക്തമാണ് കമലേഷ് പറഞ്ഞ തന്നെ ഓരോ വകുപ്പുകളും തങ്ങളുടെ വികസന നേട്ടങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഫ്ലോട്ടുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കാണുവാൻ, ആ കാഴ്ചകളെല്ലാം കാണുവാനും ആസ്വദിക്കുവാനും കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം നഗരം ഒന്നാകെ. കമലേഷ് തെക്കേക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്.